അതിലേക്ക്. ഇതോടൊപ്പം തന്നെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സമാനമായിട്ടുള്ള നടപടികൾ അവർക്കെതിരെയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നടപടികൾ ഒരിക്കലും ഡയലൂട്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതും, അതോടൊപ്പം ടെക്നിക്കലായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്കിതിൻ്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് സർക്കാർ കാണുന്നുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് DME അത് ഫയൽ ചെയ്തത്. അന്തിമ കോടതി വിധിക്ക് വിധേയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വിവാദം, അതുപോലെ ഒരു സമരം, അതിജീവിത എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ജാഗ്രതയോടുകൂടി ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് അല്ല, അതിജീവിതയായ വ്യക്തിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ്. ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മാനസികാവസ്ഥകളും അതുപോലെ കടന്നുപോയിട്ടുള്ള അവസ്ഥകളും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആരാണ് ഈ വിവാദങ്ങളും ബഹളവും ചർച്ചയും ആ രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നുകൊണ്ടാണ്? ആരാണത് പറഞ്ഞത്? ഗവൺമെൻറ് അല്ലല്ലോ. ഗവൺമെൻറ് തീർച്ചയായിട്ടും പറഞ്ഞത് കോടതി, ബഹുമാനപ്പെട്ട കോടതിയുടെ നടപടികൾക്ക് വിധേയമായിട്ട് പൂർണ്ണമായിട്ടും കോടതിയുടെ തീരുമാനം എന്താണ്? അതല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കോടതിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിക്കും. അത് റിട്ട് പെറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിന്മേൽ നമുക്ക് വന്ന ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അല്ല, അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും DME സാധാരണ നിലയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ DMEക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതേ കോടതിയുടെ ശ്രദ്ധയിലേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അത് സ്വാഭാവികമായിട്ടും DME സ്വീകരിച്ചൊരു നടപടിയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് അത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡയലൂട്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കോടതിയുടെ അന്തിമ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. മാഡം, ഈ അനിതയെ പറ്റി ഇപ്പോൾ ഒരു ചോദ്യം കൂടെ. ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് വാദിക്കുമ്പോൾ അനിതയ്ക്കെതിരായിട്ട് തന്നെ ആയിരിക്കും സർക്കാർ പറയുക? PB അനിതയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഉള്ള പ്രതികരണമാണ് ആരോഗ്യമന്ത്രി നൽകിയത്. തീരുമാനം കോടതിയുടേതെന്തോ അത് നടപ്പാക്കും എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റുള്ളതെല്ലാം ഔദ്യോഗികമായ നടപടിക്രമങ്ങളാണ് എന്നുകൂടി ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നു.